കഴിഞ്ഞ ദിവസം ആപ്പിൾ ഒരു പുതിയ ഡിവൈസ് ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതിനിപ്പോൾ എന്താ ഇത്ര വലിയ കാര്യം, ഇത് ഇവരെല്ലാ വർഷവും ചെയ്യുന്നതല്ലേ എന്ന്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കട്ടെ, ഒരു 10 വർഷം കഴിഞ്ഞാൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന സ്മാർട്ട് ഫോൺസ് എങ്ങനെ ഇരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നമുക്ക് ചിലപ്പോൾ ഒരു ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടാവില്ലായിരിക്കും, പക്ഷേ ആപ്പിളിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട്. ഫ്യൂച്ചറിലേക്കുള്ള ഒരു ടെക്നോളജിയുടെ ഒരു ഗ്ലിംസ് ആണ് ആപ്പിൾ വിഷൻ പ്രോ എന്ന രീതിയിൽ അവർ കഴിഞ്ഞ ദിവസം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 2007 മുമ്പ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സ്മാർട്ട് ഫോൺസ് അഥവാ പോർട്ടബിൾ കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇത്തരത്തിലുള്ളതായിരുന്നു. അതായത് മുകളിലൊരു സ്ക്രീൻ ഉണ്ടാവും, താഴെ ഒരു കീബോർഡ് ഉണ്ടാവും, ബാക്കിൽ ക്യാമറാസ് ഉണ്ടാവും, സൈഡിൽ സ്വിച്ചസ് ഉണ്ടാവും. ഈ ഒരു ഡിസൈനായിരുന്നു 2007 മുമ്പ് ഇറങ്ങിയിരിക്കുന്ന ഒട്ടുമിക്ക സ്മാർട്ട് ഫോൺസിലുണ്ടായിരുന്നത്. ഇതിനെ സ്മാർട്ട് ഫോൺസ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു പോർട്ടബിൾ കമ്പ്യൂട്ടിംഗ് ഡിവൈസ് എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. പക്ഷേ ഈ തരത്തിലുള്ള ഡിസൈനിന് ഒരു വലിയ ഡ്രോബാക്ക് ഉണ്ട്. ഞാനൊരു എക്സാമ്പിളിലൂടെ പറയാം. വീഡിയോ കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ സ്ക്രീനാണ്. അപ്പോൾ ഈ ബോട്ടം ഹാഫിലുള്ള കീബോർഡിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. അതായത് ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസിനും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺട്രോൾസ് ആണ് വേണ്ടത്. ഈ ഒരു വലിയ പ്രോബ്ലത്തിന് ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു സൊല്യൂഷനായിട്ടാണ് ആപ്പിൾ അവരുടെ ആദ്യത്തെ ഐഫോൺ 2007 റിലീസ് ചെയ്യുന്നത്. ഈ ഒരു ഡിവൈസ് റിലീസ് ചെയ്ത പിന്നെ 2007 തൊട്ട് ഇപ്പോൾ വരെ ഇറങ്ങിയിരിക്കുന്ന എല്ലാ സ്മാർട്ട് ഫോണുകളും ഉപയോഗിച്ചിരിക്കുന്ന ഡിസൈൻ ഫിലോസഫി സെയിം ആണ്. അതായത് ഫ്രണ്ടിൽ ഒരു വലിയ സ്ക്രീൻ ഉണ്ടാവും, പുറകിൽ ക്യാമറാസ് ഉണ്ടാവും, സൈഡിൽ അതിൻ്റെ മൾട്ടിമീഡിയ കൺട്രോൾസ് ഒക്കെ ഉണ്ടാവും. ഈ ഒരു ഡിസൈൻ ഫിലോസഫിയാണ് അന്നും ഇന്നും ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ കറൻ്റ്ലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി ഇതിൽ കൂടുതൽ ഈ ഡിസൈനിലൊന്നും ചെയ്യാനില്ല. അതായത് ഈ ഡിസൈനിൽ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ലിമിറ്റ് എത്തിക്കഴിഞ്ഞു. അതായത് ഇതിൽ ഒരുപാട് കേപ്പബിൾ ആയിട്ടുള്ള പ്രോസസ്സർ വെച്ചിട്ടോ ഒരുപാട് കേപ്പബിൾ ആയിട്ടുള്ള ക്യാമറാസ് വെച്ചിട്ടോ ഒന്നും കാര്യമില്ല. അതായത് ഈ ഡിസൈനിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതിൻ്റെ പീക്ക് എത്തിക്കഴിഞ്ഞു. ഈ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി ഒരുപാട് കമ്പനികൾ ഈ ഡിസൈൻ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ സയോമി ഒരു ഡിവൈസ് ഇറക്കി, അതായത് ആ ഡിവൈസിൻ്റെ ചുറ്റിനും ഡിസ്പ്ലേ ആണ്. അതുമാത്രമല്ല ഒരുപാട് കമ്പനികൾ ഫോൾഡബിൾ ഡിവൈസസ് ഇറക്കിയിട്ടുണ്ട്, ഒരുപാട് കമ്പനികൾ റോളബിൾ ഡിവൈസസ് ഇറക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇതൊന്നും പുതിയ ഡിവൈസസ് അല്ല, നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസൈനിൻ്റെ ഒരു മോഡിഫിക്കേഷൻ മാത്രമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആപ്പിൾ അവരുടെ പുതിയ ഡിവൈസായ ആപ്പിൾ വിഷൻ പ്രോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒറ്റ നോട്ടത്തിൽ ഇത് കഴിഞ്ഞ 5 വർഷമായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള VR ഹെഡ്സെറ്റ് പോലെ ഇരിക്കുമെങ്കിലും ഇതൊരു VR ഹെഡ്സെറ്റ് അല്ല. ഇത് ഒരു AR പ്ലസ് VR ഹെഡ്സെറ്റ് ആണ്. ആപ്പിൾ ഇതിന് മിക്സ്ഡ് റിയാലിറ്റി ഹെഡ്സെറ്റ് എന്നാണ് വിളിക്കുന്നത്. ARും VRും എന്താണെന്ന് ഞാൻ ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. AR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ AR ഡിവൈസസ് സാധാരണ വരുന്നത് ഒരു ഗ്ലാസ് രൂപത്തിലാണ്. ഓക്കെ, ഈ ഗ്ലാസ് നമ്മൾ ഇട്ടിട്ട് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന് നോക്കുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ ഇൻഫർമേഷൻ റിയൽ ടൈമിൽ നമുക്ക് കാണാൻ പറ്റും. ഈ തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് AR ഡിവൈസസ് നമുക്ക് തരുന്നത്. നേരെ മറിച്ച് VR ആണെങ്കിൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. VR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർച്വൽ റിയാലിറ്റി. അതായത് നമ്മൾ നോക്കുന്നത് ഒരു ഡിസ്പ്ലേ മോട്ടാണ്. ആ ഡിസ്പ്ലേ ഒരു വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ആ എൻവയോൺമെൻറ്റിലോട്ട് പോകാൻ കഴിയും. ഇങ്ങനൊരു എക്സ്പീരിയൻസ് ആണ് വെർച്വൽ റിയാലിറ്റി തരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ രണ്ട് ടെക്നോളജിയും, അതായത് ARും VRും കമ്പൈൻ ചെയ്തിട്ട് ഒരു മിക്സ്ഡ് റിയാലിറ്റി എക്സ്പീരിയൻസ് ആണ് ആപ്പിൾ വിഷൻ പ്രോ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ അതിനേലും അടിപൊളിയാണ്. അതായത് ഈ ഡിവൈസിന് 2 ഡിസ്പ്ലേസ് ആണ് വരുന്നത്. ഓരോ കണ്ണിലും ഓരോ ഡിസ്പ്ലേ വെച്ചാണ് വരുന്നത്. ഒരു ഡിസ്പ്ലേക്ക് ഏകദേശം 4K പ്ലസ് റെസൊല്യൂഷനാണ് വരുന്നത്. അതും ഈ ഡിസ്പ്ലേ ഏകദേശം ഒരു പോസ്റ്റ് സ്റ്റാമ്പിൻ്റെ അത്രയും വലിപ്പമുള്ളൂ. അതായത് അത്രയും പിക്സൽ ഡെൻസിറ്റി ഉള്ളൊരു ഡിസ്പ്ലേ ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു റെഫറൻസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന ഐഫോണിനേക്കാളും 64 ടൈംസ് പിക്സൽ ഡെൻസിറ്റി കൂടുതലാണ് ഈ ഡിസ്പ്ലേക്ക്. ഇതുകൊണ്ട് ഇവരെന്താണ് അച്ചീവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെഡ്സെറ്റ് നമ്മുടെ മുഖത്ത് വെക്കുമ്പോൾ നമ്മുടെ കണ്ണും ഡിസ്പ്ലേയും തമ്മിൽ വലിയ ദൂരവ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പിക്സൽസ് കാണാനുള്ള ചാൻസ് ഒരിക്കലും വരരുത്. അതുകൊണ്ടാണ് ഇത്രയും ഹൈ പിക്സൽ ഡെൻസിറ്റി ഉള്ള ഡിസ്പ്ലേ അവർ ഓപ്റ്റ് ചെയ്തത്. അതുമാത്രമല്ല, സാധാരണയായിട്ട് VR ഹെഡ്സെറ്റിലൊക്കെ കണ്ടുവരുന്ന ഒരു കോമൺ ടൈപ്പ് കൺട്രോളിങ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും റിമോട്ടോ അല്ലെങ്കിൽ ഹാൻഡ് കൺട്രോൾസ് ഉപയോഗിച്ചിട്ടാണ്. എന്നാൽ ഈ ഡിവൈസിൽ യൂസ് ചെയ്യുന്നത് ഫുള്ളി ജെസ്ചർ കൺട്രോളാണ്. അതായത് നമുക്കൊരു ആപ്പ് സെലക്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ കണ്ണുകൊണ്ട് ആപ്പിലോട്ടൊന്ന് നോക്കിയാൽ മതി. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആപ്പ് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആ ആപ്പ് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനത്തെ ഒരു ജെസ്റ്റർ ചെയ്താൽ മതി. അതായത് ആദ്യത്തെ ഐഫോൺ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ടച്ച് സ്ക്രീൻ എന്ന കൺസെപ്റ്റ് എന്ത് പെട്ടെന്നാണ് ആൾക്കാർ അഡാപ്റ്റ് ചെയ്തത്, അതേപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഡിവൈസ് യൂസ് ചെയ്ത് ആപ്ലിക്കേഷൻസ് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ തരത്തിലുള്ള കൺട്രോൾസിനോട് അഡാപ്റ്റ് ചെയ്യാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ആ ഒരു രീതിയിലാണ് ആപ്പിൾ ഈ ഡിവൈസിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 12 ക്യാമറാസുകളാണ് ഈ ഡിവൈസിന് ചുറ്റുമുള്ളത്. ഈ ക്യാമറാസ് എല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ജെസ്ചർ കൺട്രോളും കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത്. നമ്മുടെ കണ്ണിൻ്റെ മൂവ്മെൻറ്റ്സ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് IR സെൻസേഴ്സും വെച്ചിട്ടുണ്ട്. ഈ ഒരു ഡിവൈസിൻ്റെ പ്രോസസ്സിംഗ് പവർ വരുന്നത് ആപ്പിളിൻ്റെ M2 ചിപ്പ് ഉപയോഗിച്ചിട്ടാണ്.
പിന്നെ വിഷ്വൽ ഡേറ്റയും കാര്യങ്ങളെല്ലാം പ്രോസസ്സ് ചെയ്യാനായിട്ട്, അതായത് ഈ ക്യാമറാസിൽ നിന്നുള്ള ഡേറ്റ എല്ലാം പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്പിളിൻ്റെ തന്നെ ഒരു പുതിയ ചിപ്പുണ്ട്, ആപ്പിൾ R1. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതൊരു സ്റ്റാൻഡ് അലോൺ ഡിവൈസ് ആണ്. അതായത് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള VR ഹെഡ്സെറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനൊരു ഫോണിൻ്റെ സഹായമില്ല ശരിക്കും ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. അതായത് ഇതിന് സ്വന്തമായിട്ടുള്ള ഒരു OS ഉണ്ട്, അതിൻ്റെ പേര് വിഷൻ OS എന്നാണ്. ഇതിന് സ്വന്തമായിട്ടൊരു ചിപ്പുണ്ട്, അതായത് ലാപ്ടോപ്പ് ക്വാളിറ്റി ചിപ്പുണ്ട്. അങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതൊരു സ്റ്റാൻഡ് അലോൺ കമ്പ്യൂട്ടിംഗ് ഡിവൈസ് തന്നെയാണ്. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന സ്മാർട്ട് ഫോണായിട്ട് ഈ ഒരു ഡിവൈസിനെ കമ്പയർ ചെയ്യാനേ പറ്റില്ല. കാരണം നമ്മുടെ സ്മാർട്ട് ഫോണിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ ഡിസ്പ്ലേ തന്നെ ഒരു ലിമിറ്റേഷനാണ്. ഈ ആപ്പിൾ വിഷൻ പ്രോ എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് ഉപയോഗിച്ച് നമുക്ക് സ്ക്രീൻ സൈസ് എന്തോരം വേണമെങ്കിലും വലുതാക്കാൻ പറ്റും. അതായത് നമുക്കൊരു ചെറിയ സ്ക്രീൻ വേണമെങ്കിൽ ചെറിയ സ്ക്രീനിൽ നമുക്ക് കണ്ടൻറ്റ് വ്യൂ ചെയ്യാൻ പറ്റും. അഥവാ നമുക്കൊരു വലിയ സ്ക്രീനിൽ വേണമെങ്കിൽ ഒരു വലിയ സ്ക്രീനിൽ കണ്ടൻറ്റ് വ്യൂ ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ ഡിവൈസ് വളരെയധികം ഫ്ലെക്സിബിളാണ് ഈ ഒരു കാര്യത്തിൽ. അതായത് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എനിക്കൊരു തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുന്ന ഒരു എക്സ്പീരിയൻസ് ഈ ഒരു ചെറിയ ഡിവൈസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടും. ഏതൊരു പുതിയ ഡിവൈസ് ഇറങ്ങിയാലും അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കില്ലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. അതായത് ഈ ഡിവൈസിൻ്റെ അകത്ത് ഒരുപാട് പുതിയ പുതിയ ഹാർഡ്വെയറുകളുണ്ട്. അതായത് ഈ ഡിവൈസ് വർക്ക് ചെയ്യുന്നത് ഒരുപാട് ക്യാമറാസിലൂടെയും IR സെൻസറിലൂടെയും അങ്ങനെ ഒരുപാട് സെൻസേഴ്സിൻ്റെ കോർഡിനേഷനിലൂടെയാണ് ഈ ഡിവൈസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡെവലപ്പർക്ക് ഈ ഡിവൈസിന് വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കണമെങ്കിൽ ഇതിൻ്റെ ഹാർഡ്വെയർ ഒക്കെ ആയിട്ട് അത്യാവശ്യം മിങ്കിൾഡ് ആയിരിക്കണം. അപ്പോൾ ഡെവലപ്പർമാർക്ക് ഒരു പുതിയ സംഭവത്തുമിട്ട് വർക്ക് ചെയ്യണ ഒരു ഫീലിംഗ് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതായത് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പല സെൻസേഴ്സും പല സോഫ്റ്റ്വെയറുകളും ആപ്പിൾ അവരുടെ പ്രീവിയസ് ജനറേഷൻ ഓഫ് ഡിവൈസസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ലൈഡാർ എന്ന് പറഞ്ഞ സ്കാനറുണ്ട്. ഈ സ്കാനർ ഉപയോഗിച്ചിട്ടാണ് ഈ ഡിവൈസ് എൻവയോൺമെൻറ്റ് മൊത്തം സ്കാൻ ചെയ്ത് അതിൻ്റെ സ്പേഷ്യൽ അവെയർനെസ് ഒക്കെ സെറ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല ടെക്സ്റ്റ് ഇൻപുട്ടും കാര്യങ്ങളെല്ലാം ഇത് റിസീവ് ചെയ്യുന്നത് സിറി എന്ന് പറഞ്ഞ വോയിസ് അസിസ്റ്റൻ്റ് ഉപയോഗിച്ചിട്ടാണ്. ഈ പറഞ്ഞ ലൈഡാർ സ്കാനർ ആപ്പിൾ അവരുടെ iPhone 12 Pro Max എന്നുള്ള മോഡലിൽ 2020 ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അത് മാത്രമല്ല സിറി എന്ന് പറഞ്ഞ വോയിസ് അസിസ്റ്റൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് കാലം കുറേയായി. അതായത് ഒരു ഡെവലപ്പറിന് ഒരു ആപ്ലിക്കേഷൻ ഇതിൽ ഉണ്ടാക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലയെന്ന് അർത്ഥം. കറൻ്റ്ലി ഈ ഡിവൈസിൻ്റെ വില ഏകദേശം 3 ലക്ഷം രൂപയാണെങ്കിലും ഇത് ഫസ്റ്റ് ജനറേഷൻ ഓഫ് പ്രൊഡക്റ്റ് ആണ്. അതായത് ഇനി ഇതിൻ്റെ കൂടുതൽ മോഡൽസും കൂടുതൽ ഐറ്ററേഷൻസ് വരുന്നതോടുകൂടി ഇതിൻ്റെ പ്രൈസ് കുറച്ചുകൂടി അഫോർഡബിൾ ആവുകയും ഒരുപാട് ആൾക്കാരിൽ ഈ പ്രൊഡക്റ്റ് എത്തിപ്പെടുകയും ചെയ്യും. അങ്ങനെ ഒരു 5-10 വർഷം കഴിയുമ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോൺസിനെ റീപ്ലേസ് ചെയ്യാനുള്ള കഴിവ് ഈ പ്രൊഡക്റ്റിനുണ്ടെന്ന് ഉറപ്പാണ്. പിന്നെ ആപ്പിൾ മാത്രമല്ലല്ലോ നമ്മുടെ സ്മാർട്ട് ഫോൺ മാർക്കറ്റിലുള്ളത്, വേറെ ഒരുപാട് കമ്പനീസും ഉണ്ട്. അപ്പോൾ എന്തായാലും ആ കമ്പനീസും കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുള്ള ഡിവൈസസ് റിലീസ് ചെയ്യും. നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്മാർട്ട് ഫോൺസിൻ്റെ ഡിസൈനിൻ്റെ ലിമിറ്റേഷൻസ് എല്ലാം കണ്ടുകൊണ്ടാണ് ആപ്പിൾ ഈ ഡിവൈസ് ഇറക്കിയത്. ഈ ലോകത്ത് നടക്കുന്ന അടിപൊളി ഇൻവെൻഷൻസും ടെക്നോളജീസിനെ പറ്റിയിട്ടുള്ള ഷോർട്ട് വീഡിയോസ് ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ പ്ലീസ് ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.